ഇന്ന് നമ്മുടെ ചെടി നടൽ ചലഞ്ചിൻ്റെ 7ാമത്തെ ദിവസമാണ്. 7ാമത്തെ ദിവസത്തിൽ നമ്മൾ നടുന്ന പ്ലാന്റ് ഏതാണെന്ന് ഞാൻ കാണിച്ചു തരാം. പലരും ഈ ഒരു പ്ലാന്റിൻ്റെ ഫ്ലവറൊക്കെ കണ്ടിട്ട് ചോദിക്കാറുണ്ട്, ആ ചെറിയ ഫ്ലവറുള്ള ചെടിയുടെ പേരെന്താണ്. അങ്ങനെ ഒരുപാട് കമൻറ്റുകൾക്ക് ഞാനതിന് മറുപടിയും കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ പൊതുവായിട്ട് പറഞ്ഞു തരാം ആ പ്ലാന്റ് ഏതാണെന്ന്. അതിന് മുൻപ് കുറച്ച് ചെടികളൊക്കെ നനയ്ക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മുഴുവൻ ചെടികളും നനയ്ക്കുന്നില്ല, വളരെ കുറച്ച് ചെടികൾ മാത്രമേ ഇന്ന് നനയ്ക്കുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ പേരാണ് എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കുഫിയ പ്ലാന്റ് ആണ്. പൊതുവെ കുഫിയ എന്നാണ് അറിയപ്പെടുന്നത്. ഇതിൻ്റെ ഒരു ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ടതാണെന്ന് തോന്നുന്നു. ഇത് നാടൻ വെറൈറ്റി നമുക്ക് പിടിച്ച് കിട്ടുന്നുണ്ട്, പക്ഷേ ഈ ഒരു വെറൈറ്റീൻ്റെ തണ്ടുകൾ വെച്ചിട്ട് എനിക്ക് ഇതുവരെ പിടിച്ച് കിട്ടിയിട്ടില്ല. അപ്പോൾ നഴ്സറിയിൽ എവിടെയെങ്കിലും കിട്ടുവാണെങ്കിൽ ഇത് എടുക്കാം, വാങ്ങിക്കാം എന്നൊക്കെ ഞാൻ വിചാരിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ മുൻപ് ഒരിക്കലും ഞാനൊരു നഴ്സറിയിലൂടെ പോയപ്പോൾ എനിക്കിത് കിട്ടിയതാണ്. പക്ഷേ അന്നതിന് 1-2 കമ്പുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ലീഫോ ഫ്ലവറോ ഒന്നും ഉണ്ടായിരുന്നില്ല. വെറുതെ ഉണങ്ങിയ കുറച്ച് തണ്ടുകളായിട്ട് ഒരു പോട്ടിൽ ഇങ്ങനെ കിട്ടിയതാണ്. ഞാൻ പിന്നെ അതിന് 19 ഒന്ന് സ്പ്രേ ചെയ്ത് നല്ല രീതിയിലൊക്കെ നോക്കിയെടുത്തപ്പോൾ ഇത്രയും ലീഫൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ പ്ലാന്റ് പോകില്ല, ഇത് പിടിച്ച് കിട്ടുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അപ്പോൾ ഏതായാലും അതൊന്ന് റീപോർട്ട് ചെയ്യാമെന്ന് കരുതി. ഇതുപോലെ ഉള്ള പ്ലാന്റുകൾ നഴ്സറിയിൽ ഇനിയും വന്നാൽ ഞാൻ ഇനിയും വാങ്ങും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വേരുകളൊക്കെ കണ്ടോ, ആ വേരുകൾ വരെ പൂപ്പൽ പിടിച്ചിട്ടുണ്ട്. അത്രയും ന്യൂട്രീഷനൊന്നും കിട്ടാതെ വളർന്ന ഒരു പ്ലാന്റ് ആയിരുന്നു ഇത്. എന്തായാലും ഇതിൻ്റെ വേരിനെയൊക്കെ ഒന്ന് ഫ്രഷ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സാഫിലേക്ക് ഇത് മുക്കി വെക്കുകയാണ്. നിങ്ങൾക്കെല്ലാം അറിയാം, സാഫ് നല്ലൊരു ഫംഗിസൈഡാണ്. ഇതുപോലെയുള്ള പഴയ പ്ലാന്റുകൾക്കൊക്കെ ഒന്ന് ഫ്രഷ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്കിതുപോലെ സാഫിലൊന്ന് മുക്കി വെച്ച് കഴിഞ്ഞാൽ ആ പ്ലാന്റ് പോവാതെ അതിൻ്റെ വേരൊക്കെ ഒന്ന് ഫ്രഷായി കിട്ടും. സാധാരണ പോലെ ചകിരിപ്പൊടിയും ചാണകപ്പൊടിയും മണ്ണും ഒക്കെ മിക്സ് ചെയ്തിട്ട് നല്ലൊരു പോട്ട് മിക്സ് എടുത്തിട്ടുണ്ട്. ചെറിയൊരു പോട്ടിലാണ് ഞാനിപ്പോൾ തൽക്കാലം ഇത് വയ്ക്കുന്നത്. കാരണം അതിൻ്റെ വേര് മൊത്തമായിട്ട് ഡാമേജ് ആണ് ശരിക്കും. അപ്പോൾ ആ വേരൊക്കെ ഒന്ന് നന്നായിട്ട് റൂട്ടൊക്കെ ആയതിന് ശേഷം, മണ്ണിലേക്ക് റൂട്ടൊക്കെ നന്നായി പിടിച്ചതിന് ശേഷം നമുക്ക് വലിയൊരു പോട്ടിലേക്ക് മാറ്റിയെടുക്കാം. അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അപ്പോഴെപ്പോഴും ഞാനിങ്ങനെ വളരെ ഡാമേജായ പ്ലാന്റുകളെയൊക്കെ പ്ലാന്റിൻ്റെ വലിപ്പത്തിനനുസരിച്ചുള്ള പോട്ടുകൾ ആദ്യം കൊടുത്ത് പിന്നീടാണ് ഞാനത് വലിയ പോട്ടുകളിലേക്ക് റീപോർട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കും അങ്ങനെയൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് കേട്ടോ. എപ്പോഴും ചെറിയ ചെടികൾ വലിയ പോട്ടിലേക്ക് നടുന്നതിനേക്കഴിഞ്ഞ് നല്ലത് ചെറിയ പോട്ടിൽ നട്ട് അത് വലിയ പോട്ടുകളിലേക്ക് മാറ്റുന്നതാണ്. ശരിക്കും ഈ ഒരു പ്ലാന്റ് വേണമെങ്കിൽ നമുക്ക് വലിയ പോട്ടിലേക്ക് മാറ്റാനുള്ള വലിപ്പമൊക്കെ ഉണ്ട്. പക്ഷെ അതിൻ്റെ വേര് അത്ര നല്ലതല്ലാത്തത് കൊണ്ടാണ് ആദ്യം നല്ല രീതിയിലൊന്ന് റൂട്ടായതിന് ശേഷം മറ്റു പോട്ടിലേക്ക് മാറ്റാമെന്ന് ഞാൻ കരുതിയത്. നമ്മൾ ഇതിന് മുൻപ് നട്ട ചെടികളാണ് കേട്ടോ ഇതൊക്കെ.